ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ ആർ വി ബാബു നമുക്കൊപ്പം ചേർന്നു. നമസ്കാരം, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഇപ്പോൾ സർക്കാർ ഇതാ യു ടേൺ എടുത്തിരിക്കുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു? സർക്കാർ ഈ ഒരു നിവൃത്തിയില്ല, വിശ്വാസികള് യഥാർത്ഥ വസ്തുത തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല, ഈ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് എടുത്ത നടപടികൾ മുഴുവൻ പ്രത്യേകിച്ച് ഒരു മതവിഭാഗത്തിലെ ഹിന്ദു മതവിഭാഗത്തിന്റെ വിശ്വാസങ്ങളെ അവഹേളിക്കുന്ന തരത്തിൽ തുടർച്ചയായ പല നടപടികളും എടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഹിന്ദുക്കൾ പൊതുവെ ഈ സർക്കാരിനോട് വളരെ അധികം അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ള തിരിച്ചറിവ് ഇപ്പോൾ സർക്കാരിന് വന്നിരിക്കുക. അപ്പൊ അതുകൊണ്ട് മുൻപ് വളരെ കൊട്ടിഘോഷിച്ച് നവോത്ഥാന മുന്നണി ഉണ്ടാക്കി, നവോത്ഥാന സംരക്ഷണ സമിതി ഉണ്ടാക്കി, വൻ മതില് കെട്ടി, ഇതൊക്കെ ചെയ്ത സർക്കാർ എന്ത് വന്നാലും ഈ യുവതി പ്രവേശം എന്നുള്ളത് സാധ്യമാക്കുക തന്നെ ചെയ്യും, സുപ്രീം കോടതി നടപ്പാക്കും എന്ന് പറഞ്ഞ് നടന്ന സർക്കാരിന് അവരുടെ ഒരുപാട് മാറ്റ സാഹചര്യമുണ്ടായി. ഏറ്റവും ഒടുവിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വാർത്തകളൊക്കെ സർക്കാരിനെയും CPM-നെയും അങ്ങേറ്റം പ്രതിരോധത്തിലുമാക്കി. അപ്പോൾ നിവൃത്തികേട് കൊണ്ട് എടുത്ത ഒരു അടവ് നയം എന്നുള്ള നിലയ്ക്ക് മാത്രം ഇതിനെടുത്താൽ മതി. ഒരു ആത്മാർത്ഥമായ ഒരു ഞങ്ങൾ വിശ്വാസികളോടൊപ്പം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാടൊന്നുമല്ല ഇത്. വിശ്വാസികളെതിരായി തെരഞ്ഞെടുപ്പിൽ വോട്ട് വേണം. ഹിന്ദുക്കൾ എതിരായാൽ പഴയ പോലെയല്ല കേരളത്തിലെ ഹൈന്ദവ സമൂഹം. നിലവിൽ ഇപ്പോൾ ക്രൈസ്തവ സമൂഹവും ഇസ്ലാമിക സമൂഹവും ഇടതുപക്ഷത്തോട് അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോ ഹിന്ദുക്കൾ കൂടി അകന്നു കഴിഞ്ഞാൽ പച്ച തൊടില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയുള്ള ഒരു നിലപാട് മാറ്റമാണ്. അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള ആത്മാർത്ഥതയും നിലപാട് മാറ്റത്തിന്റെ പിന്നിലില്ല. അതായത് ഒരു ഘട്ടത്തിൽ വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ നയിച്ചൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിലിപ്പോൾ ഈ ഒരു മാറ്റം നമുക്കറിയാം, ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വിശ്വാസ സംരക്ഷണം അത് സംരക്ഷിക്കുക എന്ന നിലപാട് എന്നാണ് ഇക്കാര്യത്തിൽ മുന്നോട്ട് വെക്കുന്നത് സർക്കാർ എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതങ്ങനെയല്ല, കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ നിലപാടാണെന്നാണോ ഉദ്ദേശിക്കുന്നത്? ഈ നിലപാടുകളിലൊന്നും യാതൊരു ആത്മാർത്ഥയില്ലെന്നാണ് ഞാൻ പറയുന്നത്. CPM-ന് ഇത് അങ്ങനെയാണെങ്കിൽ CPM ഈ 2021 ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തിൽ തന്നെ അത് ബോധ്യപ്പെടേണ്ടതായിരുന്നു. ചുരുങ്ങിയ പക്ഷം 2021 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മാത്രമായിട്ട് മാറിയപ്പോൾ ഈ തങ്ങൾക്ക് തെറ്റുപറ്റി, തങ്ങൾ വിശ്വാസികളെ അകറ്റി നിർത്തുന്ന സമീപനമാണ് എടുത്ത് തെറ്റുപറ്റിയെന്ന് മനസ്സിലാക്കേണ്ടതായിരുന്നു. ഇപ്പൊ ഈ നിലപാട് മാറ്റത്തിന്റെ സാഹചര്യം എന്താണ് ഉണ്ടായത്? അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അപ്പൊ സ്വാഭാവികമാണ്. അതായത് കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷൻ, പിന്നെ ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ശബരിമലയിലെ കൊള്ള, ഇതിലൊക്കെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് CPM ആണ്, ഇടതുപക്ഷ സർക്കാരാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ പോറ്റിയുടെ വെളിപ്പെടുത്തൽ കൂടി വന്ന സമയത്ത് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് തന്നെയാണ് ഇതിന്റെ ചൂണ്ടുവിരൽ നീണ്ടു നിൽക്കുന്നത്. സ്വാഭാവികമാണ്. അപ്പോ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ വലിയ പ്രശ്നമാകും, പ്രതിരോധത്തിലാകും. തെരഞ്ഞെടുപ്പിന്റെ പ്രതിരോധം അവസാനിപ്പിക്കാനും അതിനെ മറികടക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഞാനതുകൊണ്ട് പറഞ്ഞ ഇതൊരു സ്ട്രാറ്റജിക് ആണ്, ഒരു മൂവ്മെന്റ് ആയിട്ട്, സ്ട്രാറ്റജിക് മൂവ്മെന്റ് മാത്രമായിട്ട് കണ്ടാൽ മതി. അതിനപ്പുറത്തേക്കുള്ള ഒരു ആത്മാർത്ഥത വിശ്വാസികളോടുണ്ട് എന്ന് ഇടതുപക്ഷ സർക്കാർ നാളിതുവരെ തെളിയിച്ചിട്ടില്ല. ഓക്കെ, ഒരു തെറ്റിദ്ധരുത്തലായിട്ട് കാണാൻ കഴിയില്ല എന്നാണ്, അതൊരു ആത്മാർത്ഥത ഇല്ല എന്നാണ് ഉറപ്പിച്ചു പറയുന്നത്. തെറ്റിദ്ധരുത്തുക എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ വേണ്ടത് എന്താണ്? ഇപ്പൊ ഞാൻ പറയുന്നത്, ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ അടക്കമുള്ള ആളുകളുടെ പേരിൽ നിരവധി ആ കേസുകൾ പിൻവലിക്കുന്ന കാര്യത്തിൽ സർക്കാർ വല്ല നിലപാടെടുത്തിട്ടുണ്ടോ? ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസമാണ് ശ്രീരംപിള്ളി അടക്കമുള്ള ആൾക്കാർ പോയിട്ട് ഒരു പോക്സോ കേസിൽ പ്രതിമാറ്റമാണ് അദ്ദേഹം. കേസിലാണ് ഏതൊരു പോക്സോ കേസിൽ പ്രതിയാക്കിയിട്ട് അദ്ദേഹത്തെ പോക്സോ കോടതിയിലാണ് പോക്സോ കോടതിയിൽ അദ്ദേഹം ഹാജരാവേണ്ട സ്ഥിതിയാണ്. അപ്പൊ എന്താണിത്? അപ്പൊ ഇത്തരത്തിൽ ആയിരക്കണക്കിന് കേസുകൾ ഉണ്ടെന്നേ. ആ കേസുകളിലൊക്കെ ഞങ്ങളൊക്കെ പ്രതികളാണ്. എത്ര ചെറുപ്പക്കാരുടെ ഭാവി നഷ്ടപ്പെടുത്തി സർക്കാരിന്റെ ഈ നിലപാട് കൊണ്ട്? എത്ര പേരുടെ ജോലി നഷ്ടപ്പെട്ടു? എത്ര പേർക്ക് ജോലി സാധ്യത ഈ പോലീസ് ക്ലിയറൻസ് കൊടുക്കാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടു എന്നറിയാമോ? മാധ്യമങ്ങളെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? എത്ര പേരുടെ? അപ്പൊ ഇവരെയൊക്കെ വഴിയാധാരമാക്കിയിട്ടുള്ള ഈ സർക്കാർ ഇപ്പൊ പൊടുന്നനെ ഞങ്ങൾ നിലപാട് മാറ്റി എന്ന് പറയുമ്പോൾ അവർക്കുണ്ടായ നഷ്ടം സർക്കാർ പരിഹരിക്കുമോ? ഇപ്പോഴും ഞങ്ങൾ എത്രയോ ചെറുപ്പക്കാരെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ പിഴ അടപ്പിച്ച് അവരെ കേസ്, കാരണം അവർക്ക് വിദേശത്തേക്ക് പോകേണ്ട ആൾക്കാര്, ജോലിക്ക് പോകേണ്ട ആൾക്കാര്, ഈ കേസ് കോടതി കയറി ഇറങ്ങി ഞങ്ങൾ പിഴ അടപ്പിച്ച് അവരെ കൊണ്ട് കയ്യിൽ നിന്ന് പൈസ എടുത്ത് പിഴ അടപ്പിച്ച് അവരെ കേസിൽ നിന്ന് മുക്തരാക്കേണ്ട സാഹചര്യം വന്നു. അങ്ങനെ ഉണ്ടാക്കിയ നൂലാമാലകൾക്ക് ഒക്കെ ഈ സർക്കാർ മാപ്പ് പറയോ വിശ്വാസികളോട്? ഞങ്ങൾ എടുത്ത നിലപാട് തെറ്റിപ്പോയി, ഞങ്ങൾ മാപ്പ് പറയാൻ തയ്യാറാണ് എന്ന് പരസ്യമായിട്ട് ഗോവിന്ദൻ പറയോ? CPM-ന്റെ സെക്രട്ടറി പിണറായി വിജയൻ പറയോ? മുഖ്യമന്ത്രി ഞങ്ങൾ വിശ്വാസി സമൂഹത്തോട് മുഴുവൻ മാപ്പ് പറയാൻ തയ്യാറാണെന്ന് അങ്ങനെ പറയുകയാണെങ്കിൽ ആത്മാർത്ഥതയുണ്ടെന്ന് ഞാൻ പറയാം. നിലപാട് മാറ്റി എന്നൊക്കെ പറയുമ്പോൾ ഒരു അടവ് നയത്തിന്റെ ഭാഗമാണ്. ഒരു 2007 ഒരു നിലപാടെടുക്കുന്നു, അല്ല 2009 ഒരു നിലപാടെടുക്കുന്നു, പിന്നെ 2016 വേറൊരു നിലപാടെടുക്കുന്നു.
നിലപാട് മാറ്റം CPM-ന്റെ സ്ഥിരം പരിപാടിയാണ്. ഒരു 10 വർഷം കഴിയുമ്പോഴേ അവര് ശബരിമലയിലേക്ക് മുദ്രയിട്ട് മാലയിട്ട് ശരണമയ്യപ്പ എന്ന് വിളിച്ചു പോകുന്നത് നമ്മൾ കാണും. ഓക്കെ, നന്ദി ശ്രീ ആർ വി ബാബു ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.